ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഹൈപ്പ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു കോയിൻ ബോക്സ് ആണ്, ഒരു പിൻട്രസ്റ്റി കോയിൻ ബോക്സ്. വെക്കേഷൻ ടൈമല്ലേ, നമുക്ക് കുറച്ച് പൈസ സേവ് ചെയ്യാം. അതിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ ഒരു കാർഡ്ബോർഡ് വേണം, പിന്നെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് വേണം. അതിൻ്റെ ലെങ്ത്ത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 സെൻറ്റിമീറ്റർ ലെങ്ത്തും വിഡ്ത്ത് 11 സെൻറ്റിമീറ്ററുള്ള 2 കാർഡ്ബോർഡ് പീസ് വേണം. എന്നിട്ട് അത് ഇൻസുലേഷൻ ടേപ്പ് കൊണ്ടോ ട്രാൻസ്പെറൻറ്റ് ടേപ്പ് കൊണ്ടോ ഒട്ടിക്കുക. ഇനി നമുക്ക് ഒരു പിങ്ക് കളർ ചാർട്ട് വേണം. അതിൽ ഫ്ലവേഴ്സ് നമ്മൾ പേന കൊണ്ട് വരച്ചതാണ്. പിൻട്രസ്റ്റി ആക്കാനായിട്ട് പേന കൊണ്ട് വരച്ചു. ഇനി നമ്മളൊരു സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റും എടുത്തിട്ടുണ്ട്. ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് തീർന്നു, അതുകൊണ്ട് ബാർബി ഡോളിൻ്റെ കവറിനകത്തുണ്ടായിരുന്ന ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണ്. ഇത് ഒരു വീട് പോലത്തെ ഒരു മണി ബോക്സ് ആയതുകൊണ്ട് നമ്മൾ അതിൽ ഒരു 2 ജനലും ഒരു വാതിലും വരച്ചിട്ടുണ്ട്. അതിന് കട്ട് ചെയ്യണം. അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ആ പിങ്ക് കളറ് ചാർട്ട് ഒട്ടിക്കണം. കട്ട് ചെയ്തിട്ട് കാണാം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, എല്ലാം കട്ട് ചെയ്തു. ഡോറും കട്ട് ചെയ്തു, ജനലും കട്ട് ചെയ്തു, നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഈ ചാർട്ടാണ് ഒട്ടിക്കുന്നത്. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. എനിക്ക് ചെറിയ പെർഫെക്റ്റ് ഇല്ലായ്മയൊക്കെ ഉണ്ട്, എല്ലാവരും ക്ഷമിക്കുക. ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിച്ചു, ഫ്രണ്ടിൽ മാത്രമേ ഒട്ടിച്ചിട്ടുള്ളൂ, ഡോറിൻ്റെ സൈഡ്. അവിടെ ഉണങ്ങിയിട്ടില്ല, ഇപ്പോൾ ഒട്ടിച്ചതേ ഉള്ളൂ. ഇനി അടുത്ത ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിക്കണം. ഫെവിക്കോൾ കൊണ്ട് വേണം ഒട്ടിക്കാൻ. നമുക്ക് ഫെവിക്കോൾ കൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്ര പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് അടുത്ത ഏത് ക്രാഫ്റ്റ് വീഡിയോ വേണമെന്ന് കമൻറ്റ് ചെയ്യാം. അത് മാത്രമല്ല, നമ്മൾ ഗെയിമിംഗ് വീഡിയോസും ചെയ്യുന്നുണ്ട്. നമ്മൾ ഫ്രീ ഫയർ ഇട്ടു, സബ്വേ സർഫ് ഇട്ടു. ഇനി ഏത് ഗെയിം വേണമെന്നുള്ളതും കമൻറ്റ് ചെയ്യാം. നമ്മൾ ഈ ജനൽ ഒട്ടിച്ച് കഴിഞ്ഞു. നമ്മൾക്ക് അതിനകത്ത് ഒട്ടിച്ചിട്ടിരിക്കാത്തതുകൊണ്ട് ഒരു ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്ത സൈഡിൽ ഒട്ടിക്കണം.
ബാർബി ഡോളിൻ്റെ കവറിലായതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്, ട്രാൻസ്പാരൻ്റ് ഷീറ്റ്. എല്ലാവരും ക്ഷമിക്കുക. നമുക്കിപ്പുറത്തെ വിൻഡോയിലും കൂടി ഒട്ടിക്കാം. നമുക്ക് ഫെവിക്കോൾ തുറക്കാം. ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കാനുള്ളത്. നിങ്ങൾക്ക് ഏത് ഗമ്മാണോ ഉള്ളത് അത് വെച്ച് ഒട്ടിക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫെവിക്കോളേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുന്നു. പക്ഷെ പേപ്പർ ഒട്ടിക്കാൻ ഫെവിക്കോളാണ് നല്ലത്. നമ്മൾ അപ്പുറത്തെ സൈഡിലെ ജനൽ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ മാത്രമാണ് ഒരു ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ തുറന്നിരിക്കുന്ന ഭാഗം നമുക്ക് നേരത്തെ നമ്മൾ ഒട്ടിച്ച ആ ടേപ്പ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ടേപ്പ് മാത്രം വെച്ചിട്ട് മറ്റേ ടേപ്പ് നമുക്ക് ഇളക്കാം. നമ്മൾ ഇളക്കിയിട്ടുണ്ട്, മറ്റേ ഭാഗം ഒട്ടുന്നതേ ഉള്ളൂ. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഈ ഭാഗം ടേപ്പ് ഒട്ടിക്കാം. നിങ്ങളേലും ട്രാൻസ്പാരൻ്റ് ടേപ്പ് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചാലും മതി. എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ടാണ് ഞാൻ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഒട്ടിക്കാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാർട്ട് ഒട്ടിക്കണം. ഇനി ഇപ്പം തന്നെ നല്ലൊരു ക്യൂട്ട് ലുക്കായില്ലേ. അപ്പം നമുക്കിനി ചാർട്ട് ഒട്ടിക്കണം. വിൻഡോ സൈഡിൽ നമ്മളത് ഒട്ടിക്കണം. നമ്മൾ കാർഡ്ബോർഡ് ബോക്സിൽ വരച്ച മെഷർമെൻറ്റ്സ് വെച്ച് തന്നെ ചാർട്ടും കട്ട് ചെയ്യുക, അല്ലെങ്കിൽ പെർഫെക്ഷൻ ആവില്ല. നമ്മൾ ഈ എല്ലാത്തിൻ്റെ മെഷർമെൻ്റ് എടുത്ത് ചാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ ടോപ്പിൽ നിന്ന് തുടങ്ങാം. നമ്മൾ ഫെവിക്കോൾ വെച്ച് തന്നെ ഒട്ടിക്കുക. അതിന് മുമ്പേ ഒട്ടിക്കുന്നതിന് മുമ്പേ നമ്മൾ
മെഷർമെൻ്റൊക്കെ എടുത്ത് കറക്റ്റാണോ എന്ന് നോക്കുക. ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് ഫെവിക്കോള് ഒഴിക്കുക. എന്നിട്ട് ഒട്ടിക്കുക. മെഷർമെൻ്റ് എടുത്ത് കറക്റ്റാണോ എന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ ഒട്ടിക്കുക. നമ്മൾ ഫെവിക്കോൾ തുറക്കണം. ഓക്കെ, കുറച്ചൊഴിക്കുക, കുറേ ഒഴിക്കരുത്. കുറേ ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം നനഞ്ഞണക്കി ഇരിക്കും. കുറച്ച് ഫെവിക്കോൾ ഒഴിക്കുക. പെയിൻറ്റിങ് ബ്രഷ് ഉണ്ടെങ്കിൽ ആ ബ്രഷ് വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഫിംഗേഴ്സ് വെച്ചുകൊണ്ടങ്ങ് സ്പ്രെഡ് ചെയ്യുക. എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യണം. എന്നിട്ടേ ഒട്ടിക്കാവൂ. ബാക്ക്ഗ്രൗണ്ടിൽ കുറേ നോയ്സ് ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. അതിവിടെ മഴ പെയ്യുന്നതിൻ്റെതാണ്. ഇനി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഗൈസ്, കറക്റ്റ് ടൈമിങ്ങിന് തന്നെ കറണ്ട് പോയിട്ടുണ്ട്. നമുക്ക് കറണ്ട് വന്നിട്ട് ബാക്കി പരിപാടി ചെയ്യാം. ഗൈസ്, കറണ്ട് വന്നു. നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ എല്ലായിടത്തും നന്നായിട്ട് ഒട്ടിക്കുക. എന്നാലേ നമ്മൾ കോയിൻ ബോക്സ് റെഡി ആയിട്ട് വരൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വരൂ. ഓക്കെ ഗായ്സ്, നമ്മൾ മേൽക്കൂര അതായത് ടോപ്പ് ഭാഗം ഒട്ടിച്ചു. ഇനി നമുക്ക് ഇനിയും 4-5 സൈഡ്സ് കിടക്കുന്നു ഒട്ടിക്കാൻ. ഇനി നമുക്ക് ബാക്ക് സൈഡ് ഒട്ടിക്കാം. കറണ്ട് പോയിട്ട് വന്നപ്പോൾ ചെറുതായിട്ട് ക്യാമറയുടെ പൊസിഷൻ ഒന്ന് മാറി. എല്ലാവരും ക്ഷമിക്കുക. ബാക്ക് സൈഡ് നമുക്കിനി ഒട്ടിക്കണം. നമുക്ക് അതിനായിട്ട് ഫെവിക്കോൾ വെച്ച് ഒന്ന് കൈ കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ വീണ്ടും ചെയ്യുക. ഓക്കെ ഗായ്സ്, നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറക്റ്റ് സൈസിന് തന്നെ വെച്ച് ഒട്ടിക്കുക. കറക്റ്റായിട്ട് തന്നെ വയ്ക്കുക, അല്ലേ ചുളുങ്ങിയൊക്കെ പോവും. നിങ്ങൾക്ക് ഇതിൽ വേറെ വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ ഇനി കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്കിനി ബോട്ടം ഭാഗം ഒട്ടിക്കണം. നമ്മൾ ടോപ്പും ബാക്കും ഇനി ബോട്ടമും ഒട്ടിക്കണം. ബോട്ടം നമുക്കിപ്പോൾ ഒട്ടിക്കാം. ബോട്ടത്തിൻ്റെ ഇച്ചിരി സൈസ് ഒന്ന് ചെറുതായിട്ടൊന്ന് കൂടി നമുക്ക് ബോട്ടത്തിൻ്റെ സൈസൊന്ന് കുറയ്ക്കണം. നിങ്ങൾ വെച്ചേക്കുന്ന ഷാർട്ടിൻ്റെ സൈസ് കൂടുതലാണെന്ന് തോന്നിയാൽ വെട്ടിയിട്ട് ഒട്ടിക്കുക. പിന്നെ വല്ല ക്യൂട്ട്
സാധനങ്ങളോ ടെഡിയോ ഫ്ലവേഴ്സോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ആ മേൽക്കൂരേൻ്റെ അവിടെ വയ്ക്കുക, നല്ല രസമായിരിക്കും. നമ്മളെ ബോട്ടത്തിൻ്റെ ലെങ്ത് ഇച്ചിരി കൂടിപ്പോയി, അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഗായ്സ്, നമ്മൾ ബോട്ടം സൈഡ് ഒട്ടിച്ചു. ഇനി നമുക്ക് സൈഡ് ഒട്ടിക്കണം. ഗായ്സ്, സൈഡിൻ്റെ ലെങ്ത് ഇച്ചിരി കൂടി, നമുക്ക് കട്ട് ചെയ്യണം. ഇനി എല്ലാം സൈസൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് ഫെവിക്കോൾ യൂസ് ചെയ്യുക. നമ്മൾ സൈസ് എല്ലാം കറക്റ്റായിട്ട് വെട്ടിയിട്ടുണ്ട്. നമുക്ക് ഒട്ടിക്കാം. ഇതിച്ച് ലോങ് വീഡിയോ ആണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് അടുത്ത ഏത് വീഡിയോ വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഗായ്സ്, നമ്മൾ വിൻഡോ സൈഡെല്ലാം ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് സൈസ് ഇല്ലെങ്കിൽ അപ്പോഴേ കട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡും നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നമ്മളെ ഫ്രണ്ട് സൈഡൊന്ന് വെച്ച് നോക്കിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ലെങ്ത് കൂടുതലാണ്. അതൊക്കെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. എല്ലാ സൈഡും നന്നായിട്ട് ഒട്ടിക്കുക. നമ്മൾ ഫ്രണ്ട് സൈഡ് ഒട്ടിക്കാം. ഫ്രണ്ട് സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലെങ്ത് കൂടുതലായിരുന്നത് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഫെവിക്കോൾ കുറച്ച് വയ്ക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ അകത്ത് ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് വെച്ച് ഒട്ടിച്ചിട്ടില്ലേ, അതിൽ ഫെവിക്കോൾ ആവാതെ നോക്കുക. നമുക്ക് ഫ്രണ്ട് ഒട്ടിച്ചു കൊടുക്കാം.
ഫ്രണ്ട് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് ഒട്ടിക്കുക. ഫ്രണ്ട് സൈഡാണ്. ഓക്കെ ഗൈസ്, നമ്മളെ ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേൽക്കൂരയും കൂടി നമുക്ക് ഒട്ടിക്കാനായിട്ടുണ്ട്. മേൽക്കൂര നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മേൽക്കൂര ഇതിലോട്ട് ഫിക്സ് ചെയ്യാനായിട്ട് നോക്കാം. ഈ മെത്തേഡ് യൂസ് ചെയ്യരുത് ഗൈസ്, ഇത് ഫ്ലോപ്പാണ്. ഈ മേൽക്കൂര ഒട്ടിക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ലേ ഈ മെത്തേഡ്, അതിനും പകരം ഒരു പേനയും ഒരു സ്കെയിൽ വേണ്ട, ഒരു പെൻസിൽ എടുക്കുക. എന്നിട്ട് ഈ മേൽക്കൂര എങ്ങനെ വെക്കണം എന്ന് അതിൽ വെച്ച് നോക്കുക. എന്നിട്ട് ഒരു പെൻസിൽ വെച്ച് അവിടെ ഒരു ലൈൻ ഇടുക. എന്നിട്ട് ആ ലൈനിൽ ഫെവിക്കോൾ യൂസ് ചെയ്ത് അവിടെ വരച്ചിട്ട് അതങ്ങ് വെച്ച് കൊടുത്താൽ മതി. കുറച്ച് നേരം പിടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും, അതായിരിക്കും നല്ലത്. ഈ ചെയ്യുന്ന ഇത് യൂസ് ചെയ്യല്. ആ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. ഇപ്പം ചെയ്യുന്നത് ചെയ്യരുത്. ഒട്ടുമെന്ന് വിചാരിക്കും, പക്ഷെ അത് ഒട്ടിട്ടില്ല. നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് നിങ്ങളിൽ വല്ല ക്യൂട്ട് സാധനങ്ങളും ഉണ്ടെങ്കിൽ വയ്ക്കുക. നമ്മൾ അവിടെയാണ് ഹോൾ ഇടാമെന്ന് വിചാരിച്ചിരുന്നത്, പക്ഷെ നമ്മളിപ്പോൾ ഈ സൈഡിലോട്ടാണ് ഇട്ടിരിക്കുന്നത്. അവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പൈസയൊക്കെ ഇടാൻ പാടായിരിക്കും. അതുകൊണ്ട് അതിനകത്ത് ക്യൂട്ട് ടെഡീസോ വല്ലോ കൊണ്ട്, എൻ്റെ ടെഡി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ടെഡി വെച്ച് കൊടുത്തു. അതിനകത്ത് വീണ് പോയി. കുഴപ്പമില്ല, നമ്മൾ വീണ്ടും എടുത്ത് വയ്ക്കുക. കുറച്ച് വലിയ ടെഡി ആണെങ്കിൽ നന്നായിട്ടിരിക്കും. ഓക്കെ ഗൈസ്, കറക്റ്റായിട്ട് നിന്നിട്ടുണ്ട്. ഈ ഫ്ലവർ ബാക്കി വെച്ചേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫ്രണ്ടിലോട്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കൊരു പിൻട്രസ്റ്റ് ലുക്ക് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാം. ഞാൻ കുറച്ച് സ്റ്റിക്കർ ഒട്ടിച്ചായിരുന്നു, ഇനി കുറച്ചും കൂടി ഒട്ടിക്കാം. എന്നാലും നിങ്ങൾക്ക് വേറെ കവായി സ്റ്റിക്കേഴ്സോ ടെഡി ബിയറിൻ്റെ സ്റ്റിക്കേഴ്സോ അല്ലേ ചിൻചാൻ്റെ സ്റ്റിക്കേഴ്സോ നറൂട്ടോയുടെ സ്റ്റിക്കേഴ്സോ എന്ത് വേണോ ഒട്ടിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീമിലും എടുക്കാം. അടുത്ത ഏത് വീഡിയോ വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഫൈനൽ ലുക്ക് ഞാൻ ഒരു ഫോട്ടോ എടുത്ത് ലാസ്റ്റ് കൊടുക്കാം, തംബ്നെയിൽ കൊടുക്കാം. നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്. വീഡിയോയിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. വീഡിയോയിൽ ഇച്ചിരി കൂടി ലുക്ക് കുറവാണ്, പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമുണ്ട് ഗൈസ്.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോയിൻ ബോക്സ് അല്ലാതെ വേറെ തീമിൽ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടൊക്കെ ചെയ്യാം. ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇത് കണക്ക് ബോക്സ് എടുത്ത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റൊക്കെ ഒട്ടിച്ച് അതിനകത്ത് ടെഡിയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ കോയിൻ ബോക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. കൂട്ടുകാരന്മാരുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാം. നമ്മളങ്ങനെ കോയിൻ ബോക്സിൻ്റെ ഒരു പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. അവിടെ ഞാൻ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ ഇളക്കി, അത് കൊള്ളൂല. അവിടെ വെച്ചപ്പോൾ അത്ര രസമില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ ബോക്സ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ആ ജനലും വാതിലും ഒക്കെ വെട്ടിയ പീസ് കളയരുത്. അത് വേണമെങ്കിൽ നമുക്ക് എടുത്ത് അടച്ച് വെക്കാം. അത് എങ്ങനെയുണ്ട് ഗൈസ്? നമ്മൾ അതിനകത്ത് പൈസ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ അകത്തോട്ട് മടക്കി വെച്ചിരിക്കുന്നില്ലേ ആ സാധനം, അത് കട്ട് ചെയ്ത് കളയുക. അല്ലെങ്കിൽ അതിങ്ങനെ വന്ന് പൊങ്ങിയിരിക്കും. എങ്ങനെയുണ്ട്? ലാസ്റ്റ് ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.